സീറോ ഇൻവെസ്റ്റ്മെന്റിൽ എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം? പല ബിസിനസ്സും ചെയ്ത് അതൊക്കെ പൊട്ടി പാളീസായി കയ്യിൽ ഒരു ക്യാഷും ഇല്ലാതിരിക്കുന്ന സമയത്താണ് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. അന്ന് അത് എനിക്ക് സാധ്യമായത് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇന്ന് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം സിമ്പിളാണ്. ഞാൻ പ്രധാനമായും ഉപയോഗിച്ചത് ഫേസ്ബുക്ക് പേജാണ്. എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ആകെ 5000-ൽ താഴെ മാത്രമേ ഫോളോവേഴ്സ് ഉള്ളൂ. പക്ഷേ ഞാൻ കഴിഞ്ഞ 5 വർഷത്തിലധികമായി ഈ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കുന്നതും ആ വളരെ കുറഞ്ഞ ഫോളോവേഴ്സ് ഉള്ള പേജ് വെച്ചുകൊണ്ട് തന്നെയാണ്. ഇന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാലും അതിൽ 4000-നും ബിലോ മാത്രമേ ഫോളോവേഴ്സ് ഉള്ളൂ. ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവുക എന്നുള്ളതിലല്ല കാര്യം. ഫോളോവേഴ്സ് ഒരുപാട് ഉണ്ടായാൽ മാത്രമേ ബിസിനസ് സാധ്യമാകൂ, അങ്ങനെയുമില്ല. കുറഞ്ഞ ഫോളോവേഴ്സ് ഉള്ളൂ എങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് സെയിൽസ് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. ഞാനത് സാധിപ്പിച്ചത് കൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് അത് പറയാം. സീറോ ഇൻവെസ്റ്റ്മെന്റിൽ എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അതിലേക്ക് എങ്ങനെ സെയിൽസ് കൊണ്ടുവരാം, ഇതൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? എങ്കിൽ ഫോളോ ചെയ്ത് വെച്ചോളൂ. അടുത്ത ദിവസം മുതൽ സ്റ്റാർട്ട് എ ബിസിനസ് വിത്ത് സീറോ ഇൻവെസ്റ്റ്മെന്റ് എന്ന പേരിൽ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൽ നമ്മൾ എങ്ങനെയാണ് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചും, കുറഞ്ഞ ഫോളോവേഴ്സ് ഉള്ളൂ എങ്കിൽ പോലും എങ്ങനെ സെയിൽസ് ഉണ്ടാക്കിയെടുക്കാം സോഷ്യൽ മീഡിയ ഉപയോഗിച്ച്, ഇതിനെക്കുറിച്ചും നമ്മൾ കൃത്യമായിട്ട് സീരീസുകളായിട്ട് സംസാരിക്കും. ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരും ഓൾറെഡി ബിസിനസ്സിലുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് സെയിൽസ് ഉണ്ടാക്കിയെടുത്തിട്ടില്ല, ഇങ്ങനെ ഉള്ളവരുമായ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ.